അപ്പൊ വായുവായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ധൂപം കാണിച്ചു, അഗ്നിയായി ദീപം കാണിച്ചു, ജലം കിണ്ടിവെള്ളം അവിടെ സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ടോ പിന്നെ ചന്ദനം ചാർത്തിച്ചു. ഇനി ആകാശമായിട്ട് പുഷ്പത്തെ സമർപ്പിച്ചു. ഇത്രയും തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ തിരുനടയിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ. ഇതൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരുമേനി ഇങ്ങോട്ട് വരൂലേ, ഒത്തിരി തീർത്ഥം തരും നമുക്ക്. തീർത്ഥം ഇങ്ങ് വാങ്ങി അത് സേവിച്ച് രണ്ടടിയാണ് ഇവിടെ. എന്താ കാരണം? മഹാബലിന്റെ എവിടെയാ അനുഗ്രഹിച്ചേ? വാമനമൂർത്തി കാലുകൊണ്ടാ അനുഗ്രഹിച്ചേ അല്ലേ? തലയിൽ ചവിട്ടി അങ്ങോട്ട് താഴ്ത്തി എന്നാ പറയുക. അത് ഒരമണിക്കൂർ അതന്നെ പറയാനുണ്ട്. വലിയ കുറേ തത്വങ്ങൾ അതിലുണ്ട്. ഇന്നത്തെ ദിവസം അങ്ങനെ നിങ്ങൾക്ക് സദ്യ ഉണ്ടാക്കണ്ടേ വീട്ടിൽ പോയിട്ട് 10:30 വരെ പറയാമെന്ന് സമ്മതം വാങ്ങിക്കുക. അങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് തൊഴുത് ഈ പ്രസാദം 2 കൈകളും ചേർത്ത് അത്രയും പവിത്രമാണ് നമുക്ക് തരുന്നത്. കാരണം അവിടെ അത്രയും വലിയ മന്ത്രങ്ങൾ ജപിച്ചാണ് അവിടെ അർച്ചന നടത്തിയത്. നിങ്ങളിവിടെ ലളിതാ സഹസ്രനാമം മാത്രമല്ല, ഒരു വിളക്കർച്ചന, സർവൈശ്വര്യ പൂജ മാസത്തിൽ ഒരിക്കൽ ചെയ്തു നോക്കൂ. ഇനിയും ഐശ്വര്യം വർദ്ധിക്കും.